Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോരനാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മുട്ടത്തോരൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളകിന് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഫൈൻ ആവണ്ട കേട്ടോ പേസ്റ്റ്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും പച്ചമുളകൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മൾ സാധാരണ മുട്ട കുത്തിപ്പൊരിക്കില്ലേ അതേപോലെ ഒന്ന് കുത്തിപ്പൊരിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കുക. നമ്മൾ മുട്ട നന്നായിട്ട് കുത്തിപ്പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഉണ്ടല്ലോ, നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ അരപ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് അതിലേക്ക് നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ എമൗണ്ടും കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.